ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം. രണ്ട് കാലഘട്ടം. ഒന്ന് കുട്ടിയായിരിക്കുന്ന കാലം, ഓത്തുപള്ളി കാലം. അതിൽ മയിൽപ്പീലി വെച്ചു കൊടുക്കുന്നതും അതിനെ പീലി പെറ്റുകൂട്ടുമെന്ന് ഒക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല. സ്വാതിനാഥ് സംഗീത കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ഈ കോഴിക്കോട് ആകാശവാണിയിൽ ഓഡിഷൻ്റെ ആയിട്ടുള്ള ആർട്ടിസ്റ്റായിരുന്നു. അന്ന് രാഘവ് മാഷാണ് അവിടുത്തെ അതിൻ്റെ ചീഫ്, ലളിതഗാന വിഭാഗത്തിൻ്റെ. അപ്പോൾ അവിടുന്ന് എനിക്ക് ഓഡിഷൻ കിട്ടിയതും നേരത്തെ പറഞ്ഞ ഈ സപ്തസ്വര പൂഞ്ചിറകിൽ എന്ന് പറഞ്ഞ പാട്ട് പാടിയിട്ടാണ് അവിടെയും ഓഡിഷൻ കിട്ടുന്നത് എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ ആ പഠനകാലത്ത് തന്നെ KPSCയിൽ ഒരു ആവശ്യം വരികയാണ്. അവർക്ക് പെട്ടെന്നൊരു പാട്ടുകാരൻ, പിന്നെ നാടകത്തിൻ്റെ ദിവസം, നാടക ഉദ്ഘാടന ദിവസം ഒരു പാട്ടുകാരന് വരാൻ പറ്റാതായി പോവാണ്. അപ്പോൾ അന്നെല്ലാം പിന്നണിയിൽ നിന്ന് പാടുന്നൊരു കാലമാണ്, അല്ലാണ്ട് റെക്കോർഡിംഗ് അല്ല. ഈ ഗായകൻ നാടകത്തോടൊപ്പം തന്നെ നാടകവണ്ടി സഞ്ചരിച്ച് എല്ലാ സ്ഥലത്തും പോയി പാടണം. 100 നാടകം കളിക്കുന്നതിൻ്റെ 100 സ്ഥലത്തും നമ്മൾ പോകണം. പക്ഷേ എനിക്ക് ഈ പഠനം കൂടിയുള്ളതുകൊണ്ട് കുറേ അസൗകര്യങ്ങൾ ഉണ്ടായെങ്കിലും അത് ഞാൻ ആ നാടകത്തിൽ മുഴുവൻ ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് മരണമില്ല എന്ന കണിയാപുരം രാമേന്ദ്രൻ എഴുതിയൊരു നാടകമായിരുന്നു അത്. ആ നാടകത്തിൽ പാട്ടെഴുതിയതും അദ്ദേഹമായിരുന്നു. അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ദേവരാജ മാഷായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പെട്ടെന്ന് റിഹേഴ്സലിന് പോകുന്നു, പാട്ട് പഠിക്കുന്നു, സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു. പിന്നീട് തുടർന്ന് ഒരുപാട് കാലം എന്ന് പറഞ്ഞുകൂടെ, ഒരു വർഷമൊക്കെ ആ നാടകത്തിനോടൊപ്പം തന്നെ പോയി നാടകത്തിന്. അന്ന് പ്രേമചന്ദ്രനെ പോലുള്ള നടന്മാർ, KPSC പ്രേമചന്ദ്രൻ, കരകുളം ചന്ദ്രൻ, പിന്നെ ബിയാട്രീസ്, പിന്നീട് ഡബിങ് ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു ആനന്ദവല്ലി എന്ന് പറഞ്ഞിട്ടൊരു നടിയായിരുന്നു ആ സമയത്ത് അതിലെ പ്രധാന നായികയായിട്ടുണ്ടായിരുന്നത്. ഞാറക്കൽ ശ്രീനി, ഇങ്ങനെയുള്ള ഖാൻ സാഹിബ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ, ജോൺസൺ മാഷ് ഇപ്പോൾ പറയുന്ന നമ്മളെ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ അല്ല, അവിടെ ഒരു ഹാർമോണിസ്റ്റും മ്യൂസിക്കൊക്കെ ചെയ്യുന്നൊരു ജോൺസൺ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ആളുകളായിട്ടൊക്കെ ബന്ധപ്പെടാനും അവരുടെ നാടകത്തിൽ നിന്നൊരു അനുഭവം പുതിയത് ആർജിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു സ്റ്റേജിൻ്റെ പാർശ്വത്തിലിരുന്ന് പാടുന്നൊരു ഗായകനും സ്റ്റേജിൽ നിന്നുകൊണ്ട് അഭിനയിക്കുന്ന ഒരു നടനും തമ്മിൽ കൈമാറുന്ന ഒരു വൈകാരികത അത് ഇന്നത്തെ നാടകത്തിനില്ല. എന്തുകൊണ്ട്? അത് സ്റ്റുഡിയോയിൽ കഴിഞ്ഞു, പാട്ടുപാടി കഴിഞ്ഞു. ഇപ്പം ആ നിഷാദ മന്ത്രം പാടി മനസ്സു കരയുന്നു എന്ന് പാട്ട് ഞാൻ പാടുമ്പം പ്രേമചന്ദ്രൻ അതിൻ്റെ സ്നേഹത്തെ അഭിനയിക്കുന്നു. ആ അഭിനയിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ പാടുന്നത്, എൻ്റെ പാട്ട് കേട്ടുകൊണ്ടാണ് പ്രേമചന്ദ്രൻ അഭിനയിക്കുന്നത്. ഈ കൊടുക്കൽ വാങ്ങൽ ഒരു പ്രക്രിയ നാടകത്തിൽ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു. മ്യൂസിക്കാരന് അല്ല, ഓർക്കസ്ട്രക്കാർക്ക് വരെ അത് ബാധകമാണ്. പക്ഷെ ഇന്നതില്ല. ഇന്ന് വളരെ പരിമിതപ്പെട്ട് പോകുന്നു. കാരണം അത് റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ അത് 3 മിനിറ്റ് ആണെങ്കിൽ ആ 3 മിനിറ്റ് തന്നെ, അല്ലെ ഒരു ടൈം നിശ്ചയിച്ച് കഴിഞ്ഞാൽ ആ ടൈം കറക്റ്റായിട്ട് ഈ 100 നാടകം കളിച്ചാലും ആ ടൈമിൽ തന്നെ നടൻ സഞ്ചരിച്ചേ മതിയാവും. അന്ന് അങ്ങനെയല്ല. അന്ന് ഇവർ കൂടുതൽ വൈകാരിക അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മളെ പാട്ടും നന്നാവും, നമ്മളെ പാട്ട് നന്നാവുമ്പോൾ ഇയാൾ കൂടുതൽ വൈകാരികതയിൽ വരും. ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ആദാനപ്രദാനം എന്ന് പറയാം നാടക സ്റ്റേജിൽ നടന്നിരുന്നു. ഇപ്പോൾ അത് സിനിമ പോലെ തന്നെ ആയിപ്പോയി എന്ന് വേണേൽ പറയാം. ഒരു വളരെ കൃത്രിമമായ ഒരു രീതിയിലായിപ്പോയി. അപ്പോൾ ഇതും ഞാൻ ശീലിക്കുകയാണ്. ഇപ്പോൾ ബ്രഹ്മാനന്ദൻ എന്ന് പറഞ്ഞൊരു വലിയ കലാകാരൻ ഉണ്ടാവുന്നത്, ബ്രഹ്മാനന്ദൻ എന്ന് പറയുന്ന ഒരു വലിയ ഗായകൻ ഉണ്ടാവുന്ന നാടകവേദിയിലാണ്. ആ നാടകവേദിയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുണ്ട് എന്നുള്ളത് നാടകത്തിൻ്റെ ഒരു പബ്ലിസിറ്റി ആയിരുന്നു അക്കാലത്ത്. അത്രയും പ്രഗത്ഭനായ ഒരാൾ നാടകത്തിൽ പാടിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊരു വലിയ എക്സ്പീരിയൻസ്, ഇന്ന് പുതിയ പാട്ടുകാർക്ക് ഇല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ഒരു കഥാപാത്രത്തെ അഭിനയിക്കുന്ന ആളും ഒരു പാട്ടുകാരനും തമ്മിൽ ഇഴുകിച്ചേർന്നുകൊണ്ട് പാടുക എന്ന് പറയുന്നത് അതൊരു ഗായകൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും സംഭവിക്കാത്ത ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ആകാശവാണിയിൽ പാടുമ്പോൾ ആദ്യത്തെ പാട്ട് ഞാൻ പാടിയത് പാലാ CK രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സംഗീതം, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് ഞാൻ ആദ്യം ലളിതഗാനങ്ങൾ ആദ്യം പാടുന്നത്. അപ്പോൾ ഒരു വസന്തത്തിൻ്റെ ചേതനയല്ലയോ പ്രിയ സഖി നിൻ്റെ കവിളിണയിൽ, ഒരു മഹാസാഗര ങ്ങളല്ലയോ മമ സഖി നിൻ്റെ മിഴിയിണയിൽ, ഒരു
വസന്തത്തിൻ്റെ ചേതനയല്ലയോ പ്രിയ സഖി നിൻ്റെ കവിളിണയിൽ. ഇതായിരുന്നു ഞാൻ ആദ്യം പാടിയിരുന്ന പാട്ട്. അത് അതിൻ്റെ ഇടയ്ക്കൊരു വാക്കെന്തോ മറന്നുപോയി. അപ്പോൾ ആ രാഘവ മാഷ് അവിടെ ഉള്ള കാലമാണ്. രാഘവ മാഷ് അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർ, അന്നത്തെ ഇന്ന് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എല്ലാം എന്നാണ് എൻ്റെ ഓർമ്മ. അന്നത്തെ ആ തസ്തികയുടെ പേര് പ്രൊഡ്യൂസർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് മാഷ് അവിടെ വെച്ചെല്ലാം നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും മാഷുമായിട്ട് കൂടുതൽ അടുപ്പുണ്ടാവുന്നു. അതിനുശേഷമാണ് തേൻതുള്ളി എന്ന സിനിമയിലേക്ക് വരുന്നത്. സിനിമയിൽ മാഷിലൂടെ അല്ല വന്നെങ്കിൽ പോലും അതിൻ്റെ പ്രൊഡ്യൂസർ ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അതുപോലെ പി ടി അബ്ദുറഹിമാൻ്റെ ആണ് അതിലെ സിനിമയിൽ പാട്ട് എഴുതി, തേൻതുള്ളിയിൽ പാട്ട് എഴുതിയത്. പള്ളിക്കര VP മുഹമ്മദിൻ്റെ കഥയാണ്. പിന്നെ ഇതൊക്കെ അച്ഛൻ്റെ വളരെ SV അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാളിപ്പോൾ കഴിഞ്ഞ കൊറോണ കാലത്താണ് മരിച്ചുപോയത്. അപ്പോൾ ഇവരൊക്കെ അച്ഛൻ അന്ന് വളരെ രോഗിയായി ഒരു വശം തളർന്നു കിടക്കുന്നൊരവസ്ഥ വന്നപ്പോൾ അച്ഛനോട് കാണിച്ച ഒരു സ്നേഹവും കൂടിയാണ്, ബഹുമാനവും കൂടിയാണ്. അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം മകനെ കൊണ്ടൊരു പാട്ട് പാടിക്കാൻ അവർ തീരുമാനിച്ചു. KP കുമാരൻ എന്ന് പറയുന്ന സിനിമാ സംവിധായകനായിരുന്നു തേൻതുള്ളി സംവിധാനം ചെയ്തത്. അദ്ദേഹവും അച്ഛനെ ഇങ്ങനെ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ വന്ന് കണ്ടിട്ടാണ് ഈ സിനിമ റെക്കോർഡിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിലും എന്താണ് കുമാരൻ മാസ്റ്റർക്ക് ഇങ്ങനെ ഒരു വലിയൊരു ആളാണല്ലോ ഈ കിടക്കുന്നത്, അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുന്നത്. പിന്നെ ഇവരെല്ലാവരും ഒരു ടീമായിട്ട് അത് ആവശ്യപ്പെട്ടപ്പോൾ KP അത് അംഗീകരിച്ചു. പിന്നെ കൂടാതെ രാഘവ മാഷാണെന്നാണ് പിന്നെ ഏറ്റവും അന്തിമമായി തീരുമാനിക്കേണ്ടത്. രാഘവ മാഷു എൻ്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അക്കാലത്ത്. രാഘവ മാഷും അത് അംഗീകരിക്കുകയുണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വരുന്നത്. ആ സിനിമയിൽ എനിക്ക് ഒരുപക്ഷെ വേറെ ഒരാൾക്കും ലഭിക്കാത്ത രീതിയിൽ 2 സോളോ പാടിയിട്ടാണ്. ഒത്തുപള്ളി എന്നുള്ള പാട്ട് മാത്രമല്ല, കാലത്തെ ജയിക്കുവാൻ പറഞ്ഞിട്ട് വേറൊരു പാട്ടുണ്ട് അതിനകത്ത്. കാലത്തെ ജയിക്കുവാൻ കാളിയനുഗ്രഹിക്കേ കാവ്യസൗഭഗം പൂത്ത കാളിദാസൻ കാലത്തെ ജയിക്കുവാൻ കാളിയനുഗ്രഹിക്കേ കാവ്യ സൗഭഗം പൂത്ത കാളിദാസൻ അന്നു പോയൊരു പർണശാലക്കെത്തുന്നു സ്വന്തം അന്തരംഗത്തിൽ നിത്യം തപസ്സു ചെയ്യാൻ. ഇത് ഓത്തുപള്ളിയുടെ പോപ്പുലാരിറ്റിയിൽ ഈ പാട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ്. ഈ പാട്ടും എൻ്റെ സോളോ തന്നെയായിരുന്നു. 2 സോളോ ആയിരുന്നു. രംഗത്ത് പാടുന്ന രവി മേനോനായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ശ്രീവിദ്യയും സുകുമാരനൊക്കെ അഭിനയിച്ചൊരു സിനിമയായിരുന്നു അത്, തേൻതുള്ളി എന്ന് പറയുന്നത്. ഇതേ ആകാശവാണിയുടെ വെച്ച് തന്നെയാണ് ഞാൻ കോഴിക്കോട്ടുകാരനാണ്, വടകരക്കാരനാണെങ്കിൽ പോലും ബാബുരാജ് എന്ന് പറയുന്ന സംഗീത സംവിധായകനെ പരിചയപ്പെടുന്നതും ഈ ആകാശവാണിയിൽ വെച്ചിട്ട് തന്നെയാണ്. ആകാശവാണിയിലൊരു സ്വാതന്ത്ര്യദിന പരിപാടി, ഒരു റെക്കോർഡിങ്, അതായത് സ്പെഷ്യൽ പ്രോഗ്രാമാണ്, മ്യൂസിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അദ്ദേഹം ചെയ്യുന്നതാണത്. പയ്യന്നൂർ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരാൾ എഴുതിയ പാട്ടുകൾ അത് അദ്ദേഹമാണ് കമ്പോസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന കാലമാണ്. മുഖമൊക്കെ കൂടി ജീവിതത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ റെക്കോർഡിങ് വന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഞാൻ ചെല്ലുമ്പോഴാണ് ബാബുക്കാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയുന്നത്. അല്ലാതെ നമുക്ക് മുൻകൂട്ടി ആദ്യം പാട്ടുകൾ അയച്ചു തരുമോ പാട്ടോ അങ്ങനെ ചെയ്യുന്നൊന്നുമില്ലല്ലോ. നമ്മൾ ആ റെക്കോർഡിങ്ങിനായിട്ട് അവിടെ ചെല്ലുമ്പോൾ പാട്ട് പഠിക്കേണ്ട ദിവസം ആണ് ബാബുക്കാണ് ഇത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹം അവിടെയുള്ള ചെറിയ ചവിട്ടാർമോണിയം എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനത്തിൻ്റെ അകത്ത് കൈവച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വലിയ ആ സംഗീതത്തിൻ്റെ ഒരു അനുഭൂതി ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പ്രഗത്ഭനായൊരു ഹാർമോണിസ്റ്റായിരുന്നല്ലോ. അപ്പോൾ അത് കൂടി അവിടെ വെച്ചിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് കമ്പോസ് ചെയ്തിട്ട് എഴുതിക്കൊണ്ടൊന്നുമല്ല, കമ്പോസ് ചെയ്യുന്ന അവിടെ വെച്ചിട്ട് തന്നെയാണ്.
അപ്പോൾ അതെൻ്റെ ജീവിതത്തിലൊരു വലിയ അനുഭവമായി. ഇപ്പോൾ സിനിമയിലൂടെയും എല്ലാം അദ്ദേഹത്തെ പരിചയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ജീവിതത്തിൽ എപ്പോഴും വളരെ മെമ്മോറബിളായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അഭിമാനത്തോടു കൂടിയാണ് അത് ഓർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് പള്ളിക്കര VP മുഹമ്മദ് തന്നെ സംവിധാനം ചെയ്ത പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കത്തി എന്ന ഒരു കഥയെ ആസ്പദമാക്കി ഉണ്ടാക്കിയ സിനിമയുണ്ടായിരുന്നു. അതിൽ ഈ ഇവരൊക്കെയാണ് സോമനും സീമയൊക്കെയാണ് അഭിനയിച്ചിരുന്നത്. അതിൽ ONVയുടെ പാട്ടാണ്. ആ ONVയുടെ പാട്ട് കമ്പോസ് ചെയ്തിരുന്ന MB ശ്രീനിവാസനായിരുന്നു. അതും എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു അനുഭവമാണ്. കാരണം MBSൻ്റെ കൂടെ ഒരു പാട്ട് പാടാൻ കഴിയുക, വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ചില ഗായകർ, വേണുവൊക്കെ വേണുവൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുരളിക്ക് ഭയങ്കര ഭാഗ്യമാണ് MBSൻ്റെ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും കാര്യം എനിക്ക് അത്. പക്ഷേ അപ്പോഴത്തേക്കും ഞാൻ ജോലി ഒരു ഔദ്യോഗികമായിട്ട് ഇങ്ങനെ കേരള വാട്ടർ അതോറിറ്റിയിൽ ജോലിയായിട്ട് എൻ്റെ അച്ഛൻ സുഖമില്ലാണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് പലപ്പോഴും മദ്രാസിൽ പോയി പാടി എന്നല്ലാതെ മദ്രാസിൽ സ്ഥിരമായിട്ട് കേന്ദ്രീകരിച്ച ആ ഒരു പഠനകാലത്തല്ലാതെ പിന്നെ നിന്നിട്ടില്ല. അപ്പോൾ ആ പാട്ടും ഞാനിവിടെ സൂചിപ്പിക്കാം. പൊന്നരളി പൂവൊന്നു മുടിയിൽ ചൂടി കന്നി നിലാക്കസവൊളി പുടവ ചുറ്റി കുന്നത്തെക്കാവിൽ വിളക്കു കാണാൻ വന്നോരുൾനാടൻ പെൺകിടാവേ, എൻ്റെ ഉള്ളിൽ മയങ്ങുന്ന മാൻകിടാവേ. ഇതായിരുന്നു ആ പാട്ട്. യേശുദാസിൻ്റെ ഒരു പാട്ടുണ്ട്, ജാനകിയുടെ വേറൊരു പാട്ടുണ്ട്. പിന്നെ അതുപോലെ സിനിമയിൽ വേറെ ഒരു പ്രശസ്തമായൊരു പാട്ട് പാടുന്നത് ഉയരുഞ്ഞാൻ നാടാകെ എന്ന സിനിമയിൽ മാതളത്തേനും, അതിലും ഞാൻ 2 പാട്ട് പാടിയിട്ടുണ്ട്. ഒരു കോറസ് ലീഡ് ചെയ്തുകൊണ്ട് പാടിയിട്ടുണ്ട്. മോഹൻലാൽ രംഗത്ത് ഇങ്ങനെ നൃത്തമൊക്കെ ചെയ്യുന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്, തുള്ളി തുള്ളി വാന്ന് പറഞ്ഞിട്ട്. അല്ലാതെ മാതളത്തേനുണാൻ എന്ന ആ പാട്ടും അത് ONV തന്നെയാണ് ആ പാട്ട് എഴുതിയത്. ഹരിപ്പാട് KPN പിള്ള സാറാണ് അത് കമ്പോസ് ചെയ്യില്ല. പിന്നെ രാഘവ മാസ്റ്ററിൻ്റെ ജീവിതത്തിൽ സംഗീതം എന്നുള്ളൊരു അന്തരീക്ഷം മാത്രമല്ല, രാഘവ മാസ്റ്റർ എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അച്ഛനോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെയുള്ള ഒരാളാണ്. കാരണം രാഘവ മാസ്റ്റർ ഞാൻ സംഗീതം പഠിച്ചിട്ടേയില്ല. എന്നെ എല്ലാവരും ശിഷ്യൻ എന്നാണ് പറയുക. പക്ഷേ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരു സംഗീതത്തിൻ്റെ ഒരു പാഠവും പഠിച്ചിട്ടില്ല. പക്ഷേ എല്ലാം പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണെന്ന് വേണേൽ പറയാം. അത് നമ്മൾ ഇത് പറയുമ്പോൾ പറയില്ല, ഏകലവ്യനെ പോലെയാണെന്ന് പറയും. ഏകലവ്യൻ ദ്രോണാചാര്യരൊന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ എല്ലാം പഠിച്ച അവിടെ നിന്നാണെന്ന് പറയുന്നത് പോലെ രാഘവ മാസ്റ്റർ മുമ്പിൽ ഞാൻ എന്നൊരു ഏകലവ്യനായിരുന്നു. അപ്പോൾ ആ പഠനം അത് നമ്മൾ അറിയാതെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ, അദ്ദേഹം പഠിപ്പിക്കുന്ന രീതിയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു പാഠപുസ്തകം എന്നോ അല്ലെങ്കിൽ ഒരു വലിയൊരു സർവകലാശാലയാണെന്നോ ഒക്കെ പറയാവുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതൊന്നും നമ്മൾ ശാസ്ത്രീയ സംഗീതത്തിന് പഠിക്കുന്നതല്ല. അത് എങ്ങനെയാണ് ഒരു ജനകീയ സംഗീതം സൃഷ്ടിക്കുന്നതിൽ അല്ലെങ്കിൽ പാട്ടുകൾ ഉണ്ടാക്കുന്നതിൽ എങ്ങനെയാണ് ആളുകൾ ആകർഷിക്കുന്ന ഘടകം എങ്ങനെയാണ് അതിൻ്റെ വശങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അത് വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ജനകീയ സംഗീതം എന്ന് പറയുന്നത് നമ്മൾ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. മറിച്ച് അതിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ, അത് ഉത്തരേന്ത്യൻ സംഗീതത്തിലൊക്കെ ഉണ്ട്. അവർ ഫോക്കൊക്കെ പാടും, ക്ലാസിക്കൽ മ്യൂസിക്കിൽ കച്ചേരിയിൽ അവർ ഫോക്കൊക്കെ പാടും. നമ്മൾ കർണാടക സംഗീതത്തിൽ അത് അടുപ്പിക്കില്ല, ആ ഭാഗത്തേക്കേ അടുപ്പിക്കില്ല. അതുകൊണ്ട് അപരിചിതമായ കുറേ കീർത്തനങ്ങൾ പാടുമ്പോൾ തന്നെ അതിന് കുറച്ചുകൂടി ഒരു ജനകീയ സ്വഭാവം, ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചില സ്വഭാവങ്ങൾ ഈ കൺസെർട്ട് നടത്തുന്ന ആളുകൾ പിന്നെ ചെയ്യാറില്ല എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു വിമർശനമാണ്. അത് അവർ അംഗീകരിച്ചു തരില്ല. പക്ഷേ എന്നാൽ പോലും അത് ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ ഇന്ന് കർണാടക സംഗീതമുള്ള പൊസിഷനിലേക്കാൾ കൂടുതൽ അത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു എൻട്രൻസ് ആയിക്കഴിഞ്ഞാൽ, അത് ഒന്നിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പല രീതിയിൽ അത് ആസ്വദിക്കാൻ തുടങ്ങും. പക്ഷേ ആ എൻട്രി പോലും അനുവദിക്കാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ കർണാടക സംഗീതത്തിൻ്റെ ഒരു നിൽപ്പ്. അവിടെയാണ് ഹിന്ദുസ്ഥാനി സംഗീതം വളരെ വ്യാപകമായി കയറി വരുന്നതും അവർക്ക് ആ സംഗീതത്തിൻ്റെ മെലഡിയിലേക്ക് ആളുകളെ നയിച്ചു കൊണ്ടുപോകാനുള്ള പ്രാപ്തിയുണ്ട്. ആ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെയല്ല, നമ്മൾ മറിച്ച് ആളുകളെ അകറ്റി നിർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്കിയൊക്കെ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അത് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് വീണ്ടും ഓത്തുപള്ളി എന്നുള്ള പാട്ടാണ് ഇപ്പോൾ എന്നെ മാർക്ക് ചെയ്യുന്നൊരു പാട്ട്, എല്ലാ ആളുകളും അറിയുന്നൊരു പാട്ട്. ഇപ്പോൾ
ഓത്തുപള്ളി 1978 റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ 2028 പറഞ്ഞാൽ അത് 50 വർഷം പൂർത്തിയായി. ഒരുപക്ഷെ മലയാളത്തിൽ അത്യപൂർവമായി ലഭിക്കുന്ന ഒരു ബഹുമതിയാണ് ആ പാട്ടിന് ലഭിച്ചത്. അത് വി ടി മുരളിക്കല്ല ലഭിക്കുന്ന ആ പാട്ടിനാണ്. അതിൻ്റെ പി ടി അബ്ദുറഹിമാനും രാഘവ മാഷുമാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ശില്പികൾ. ആ പാട്ടിനെ പറ്റി ഒരു പുസ്തകം പോലും ഉണ്ടായി. 1051 കൽപ്പറ്റ നാരായണ മാഷ പോലെയും വേണുഗോപാലിനെ പറ്റി എം ജയചന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഓത്തുപള്ളി ഓർമ്മയിലെ തേൻതുള്ളി എന്നൊരു പുസ്തകം പോലും ഉണ്ടായി. ആ പുസ്തകം തിരുവനന്തപുരത്തുള്ള പബ്ലിക്കേഷൻസ് ഗ്രീൻ പെപ്പർ എന്നുള്ളൊരു പബ്ലിക്കേഷൻ അത് അച്ചടിച്ചത്. അപ്പോൾ അത്രയും അത് ആഘോഷിക്കപ്പെട്ടു. ഒരു പാട്ടുകാരനെ പറ്റി പുസ്തകമുണ്ട്, പാട്ട് അവരുടെ സംഗീത ജീവിതത്തിനെ പറ്റി പുസ്തകമുണ്ട്. പക്ഷെ ഒരു പാട്ടിനെ പറ്റി മാത്രമായിട്ട് ഒരു പുസ്തകം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ മേഖലയിലുള്ള ആളുകൾ, ബിനോയ് വിശ്വമുണ്ട്, എം കെ മുനീറുണ്ട്, ഇവരൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു പുസ്തകം അത് ഷംസുദ്ദീൻ കുട്ടോത്ത്, ഇപ്പോൾ ദേശാമാനി വാരികയിൽ വർക്ക് ചെയ്യുന്ന ഷംസുദ്ദീൻ കുട്ടോത്താണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പഴയ ഒത്തുപള്ളി എന്ന് പറയുന്ന ആ ഒരു പാട്ടിന് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഘവ മാഷ്ക്കൊക്കെ എങ്ങനെയാണ് ഈ ജനങ്ങളുടെ ആകർഷിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നത്, സ്വന്തം സംഗീതത്തിൻ്റെ ഒരു സമീപനത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അതൊരു വലിയ അറിവായിട്ട് എനിക്ക് കിട്ടിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അത് ഇങ്ങനെയാണത് വാസ്തവത്തിൽ. ഇപ്പോൾ ഓത്തുപള്ളി എന്നുള്ള പാട്ട് തന്നെ, ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം. കോന്തലക്കൽ നെയ്യനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലക്ക. ഈ പാട്ട് 1978 റെക്കോർഡ് ചെയ്ത് അന്നത്തെ ഏതൊരു കമ്പനി, കൊളംബിയ അങ്ങനെ ഏതൊരു കമ്പനി ഡിസ്കായിട്ടാണ് പുറത്തു വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ സംഗീത ജീവിതത്തിൽ ഈ പാട്ട് പാടാത്തൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് കുറേ ദിവസങ്ങളിൽ ഞാൻ പല പരിപാടിയിലും അവിടെ എല്ലാം ആവശ്യപ്പെടുന്നൊരു പാട്ട് ഇതാണ്. അപ്പോൾ ഞാൻ തന്നെ അവരോട് പറയും, ഈ പാട്ട് പാടി ഞാൻ മടുത്തിരിക്കുന്നു, നിങ്ങൾ മടുത്തില്ലെങ്കിലും ഞാൻ മടുത്തിരിക്കുന്നു എന്ന് തമാശ പറയാറുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ജനകീയത, മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഇശലിൽ പി ടി അബ്ദുറഹിമാൻ എഴുതിയിട്ടുള്ളൊരു പാട്ടിനെ എങ്ങനെയാണ് അതിൻ്റെ ഒരു വേറൊരു തലത്തിലേക്ക് രാഘവ മാഷ് മാറ്റിയെടുക്കുന്നത്, അതിനകത്ത് എങ്ങനെയാണ് കഥാപാത്രത്തിൻ്റെ വികാരങ്ങളെ ഉൾക്കൊള്ളിക്കുന്നത്. വെറും ഒരു മാപ്പിളപ്പാട്ട് സാധാരണ പാട്ട് പോലെ പാടുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ അല്ലാതെ അത് പാടാം. പക്ഷേ എത്രത്തോളം അതിൻ്റെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ, കഥാപാത്രത്തിൻ്റെ ദുഃഖവും പഴയ ഓർമ്മകളും അവിടുന്ന് മാറി വലുതായപ്പം ഈ ഇവർ തമ്മിൽ പിരിഞ്ഞു പോയ കാര്യവും, ഞാനൊരുത്തൻ നീയൊരുത്തി, നമ്മൾ തന്നിടയ്ക്ക് വേലി കെട്ടാൻ ദുർവിധിക്ക് കിട്ടിയോ മിടുക്ക്, എൻ്റെ കണ്ണുനീര് തീർത്ത കായലിലിഴഞ്ഞു, നിൻ്റെ കളിത്തോണി നീങ്ങി എങ്ങു പോയി മറഞ്ഞു. അതായത് 2 കാലഘട്ടം. ഒന്ന് കുട്ടിയായിരിക്കുന്ന കാലം, ഒത്തുപള്ളിക്കാലം, അതിൽ മയിൽപ്പീലി വെച്ച് കൊടുക്കുന്നതും അതിനെ പീലി പെറ്റുകൂട്ടുമെന്ന് ഒക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല. ഇപ്പോഴത്തെ എല്ലാം ആധുനിക കാലത്ത് ജീവിക്കുമ്പോൾ അവരെല്ലാം ഈ ഡിജിറ്റൽ യുഗത്തിലാണല്ലോ ജീവിക്കുന്നത്. ആ കാലഘട്ടവും അത് കഴിഞ്ഞിട്ട് പി ടി പിന്നെ പറയുന്നൊരു കാലത്തെ മാറ്റിയെടുക്കുകയാണ്. എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത്? എന്താ ഒരു കാലമാം ഇലഞ്ഞി എത്ര പൂക്കളെ പൊഴിച്ചു, കാത്തിരിപ്പും മോഹവും ഇന്നെങ്ങനെ പിഴച്ചു എന്ന് പറഞ്ഞിട്ട് കാലത്തെ മാറ്റിക്കളയുന്നത്. പി ടിയുടെ ഒരു പാട്ടുകളിൽ അങ്ങനെയുണ്ട്. കാലമാകും കാട്ടരുവി പാഞ്ഞു പോകുന്ന കാഴ്ച കണ്ടു നിൽക്കേ നമ്മളും വളർന്നു പോയില്ലേ എന്ന് പി ടി വേറൊരു കണ്ണിമാവിൻ ചോട്ടിൽ തന്നെ എന്നൊരു പാട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാലഘട്ടത്തെ കണക്ട് ചെയ്യുന്നൊരു വരി അതിൻ്റെ നടുവിലുണ്ടാവും. അപ്പോഴത്തേക്ക് 2 കാലഘട്ടമായി മാറുകയാണ് പാട്ട്. അത് സാധാരണ കാണാറില്ല. അപ്പോൾ ഈ ഒരു രസതന്ത്രം ഉണ്ട് പി ടിയുടെ ഗാനരചനയിൽ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു തന്നീയൊരു തീ നമ്മൾ തന്നിടയ്ക്ക് വേലി കെട്ടാൻ ദുർവിധിക്ക് കിട്ടിയോ മിടുക്ക്, എൻ്റെ കണ്ണുനീരു തീർത്ത കായലിലിഴഞ്ഞു, നിൻ്റെ കളി തോണി നീങ്ങി എങ്ങു പോയി മറഞ്ഞു. ഓത്തുപള്ളിയിലന്ന് നമ്മൾ
പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം. കോന്തലയ്ക്കൽ നീയനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലക്ക. അപ്പോൾ ഈ ഒരു കാര്യം ഞാനത് എൻ്റെ അച്ഛനിവിടെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു, ഡോക്ടറോട് പോയി ചോദിച്ചിട്ട് എനിക്കിങ്ങനെ ഒരു കാര്യത്തിന് പോകാമോ, അച്ഛൻ അപ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, അത്രയും ഗുരുതരമായൊരവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ പാട്ട് പാടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്നോട് രാഘവ മാഷ് ചോദിക്കുന്നുണ്ട്, മുരളി ആരെയും പ്രണയിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഇതിലൊരു പ്രണയത്തിൻ്റെ ഒരു അന്തരീക്ഷവും അത് കഴിഞ്ഞിട്ട് അത് നിരാശയും ഒക്കെ വരുന്നൊരു പാട്ടാണല്ലോ. അപ്പം ഞാനിങ്ങനെ മാഷ് പറയുന്നത് പാടുക എന്നല്ലാതെ അപ്പോൾ എനിക്കതൊന്നും അങ്ങനെ ഒന്നും ആലോചിക്കാനുള്ള സന്ദർഭം പോലുമല്ല അച്ഛനിവിടെ മെഡിക്കൽ കോളേജിൽ കിടക്കുകയായതുകൊണ്ട്. അപ്പോൾ പക്ഷേ എന്തോ ആ പാട്ട് എല്ലാവർക്കും അറിയാമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ഈ ഒരു പാട്ട് പാടാൻ വേണ്ടി മാത്രം ദുബായിൽ പോയിട്ടുണ്ട്. ഒറ്റ പാട്ട് പാടുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു അനുഭവം വേറെ പാട്ടുകാർക്ക് ഉണ്ടാവുമെന്ന് സംശയമാണ്. അങ്ങനെ ഒരു പാട്ടിനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് സംശയമാണ്. കാരണം അവിടെ ഒരു അൽനാസറിൽ ഒരു വലിയ 75th ഇയേഴ്സ് ഓഫ് മലയാള സിനിമ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ എന്നെ ക്ഷണിച്ചത് ഈ പാട്ട് പാടാനാണ്. അതിൽ യേശുദാസുണ്ട്, ചിത്രയുണ്ട്, പിന്നെ അതുപോലെ മമ്മൂട്ടി, ഇങ്ങനെയുള്ള മലയാള സിനിമയിലെ എല്ലാ പ്രഗത്ഭന്മാരും ഉണ്ട്. അതിൽ അവർക്കെല്ലാം അവാർഡുകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ പാട്ട് എൻ്റെ അനൗൺസ് ചെയ്തപ്പോൾ യേശുദാസും മമ്മൂട്ടിയൊക്കെ, ഞാൻ മമ്മൂട്ടിയെ എന്നാലും ചിലപ്പോൾ ഈ പാട്ട് അറിയാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ യേശുദാസ് പോലും അത് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു പാടിക്കഴിഞ്ഞപ്പോൾ പാട്ട് അനൗൺസ് ചെയ്തപ്പോൾ കൈയടിച്ചൊരു അനുഭവം എനിക്കുണ്ട്. അതെൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത്രത്തോളം ആ പാട്ട് അറിഞ്ഞിരുന്നു അവരൊക്കെ എന്നുള്ളത് എന്നെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്ന, അപ്പോഴും ഞാൻ എൻ്റെ ഗുരുനാഥനാണ് ഞാൻ എന്നെ സമർപ്പിക്കുന്നത്, രാഘവ മാഷക്കാണത്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഓട്ടുപള്ളി എന്ന് പറഞ്ഞ പാട്ടിന് ഒരു വലിയ പോപ്പുലാരിറ്റി വന്നു. അതിപ്പോഴും അതിൻ്റെ ഒരു നിഴലിലോ അല്ല അതിൻ്റെ ഒരു തണലിലോ ആണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അതൊരു സിനിമാ പിന്നണി ഗായകൻ എന്നുള്ള ആ ഒരു ലെവലിലൊക്കെ അങ്ങനെ ആളുകൾ തന്നെ പറയുമെങ്കിലും ഞാനപ്പോൾ തമാശ പറയാറുണ്ട്, പിന്നണി ഗാനത്തിലൊക്കെ ഞാൻ വളരെ പിന്നണിയിലാണ്, അതുകൊണ്ട് തന്നെ അതൊന്നും വിശേഷിപ്പിക്കേണ്ട. പക്ഷേ ഈ പാട്ട് എവിടെ ചെന്നാലും ഈ പാട്ട് കേൾക്കണം, ഏത് രാജ്യത്ത് ചെന്നാലും കേൾക്കണം. മലയാളി മുഴുവൻ അറിയുന്നൊരു പാട്ടായി മാറി. അതെനിക്ക് തോന്നുന്നത് ഒരു മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നതിനും അപ്പുറത്തേക്ക് അത് കടന്ന് ഒരു കോമൺ, വളരെ മതേതരമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആ പാട്ട് എത്തിപ്പോയി എന്നാണ് എൻ്റെ ഒരു അനുഭവമാണ്. ഒരുപക്ഷെ എല്ലാവരും അംഗീകരിച്ചോളണമെന്നില്ല. ഒരു മാപ്പിളപ്പാട്ട് കേൾക്കുന്ന ആദ്യകാലത്ത് അത് അങ്ങനെയായിരുന്നു. ആദ്യകാലത്ത് ഓത്തുപള്ളി അങ്ങനെയുള്ള ചില ഇതൊക്കെ ആ ഒരു അറിവ് മാത്രമുള്ള, അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ മാത്രമുള്ളവർക്ക് അത് കൂടുതൽ ആകർഷിച്ചിരിക്കാം. കാരണം എല്ലാ സമൂഹത്തിലും ഓത്തുപള്ളി എന്നുള്ള ഒരു ഇത് പ്രാഥമിക വിദ്യാലയം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. പക്ഷേ അതുള്ള ആളുകൾ അത് പിന്നീട് അതങ്ങ് ഓവർകം ചെയ്തത് ഒരു പൊതുസമൂഹത്തിൻ്റെ പാട്ടായി മാറിപ്പോയി. അത് ഞാൻ ഒരിക്കലും അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ പാടിയതിൻ്റെ ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അത് ആത്മാർത്ഥമായിട്ട് പറയാൻ ഒരിക്കലും അല്ല. കാരണം അവരുടെ ഒരു റിസർച്ചുണ്ട് അതിനകത്ത്. കെ രാഘവൻ മാസ്റ്റർ റിസർച്ചുണ്ട്. അതെങ്ങനെ വന്നാൽ പാട്ട് എങ്ങനെ വന്നാൽ ജനശ്രദ്ധയെ ആകർഷിക്കാം, ജനപ്രിയമാകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു റിസർച്ചുണ്ട്. അങ്ങനെ വേണം അതിനെ കാണാൻ ഞാൻ കരുതുന്നത്.